എല്ലാവർക്കും എൻ്റെ സ്നേഹനമസ്കാരം. ഇവിടെ കഴിഞ്ഞ ഒരു പരിപാടിക്കും എന്നെ ക്ഷണിക്കുകയുണ്ടായി. ഫാസിലൊക്കെ വീട്ടിൽ ഇങ്ങനെ ഒരു കോൾ വന്നു. ഞാൻ ഇവിടെ വന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇന്നതായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഉള്ളത്. ഞാൻ അതുകൊണ്ട് വലിയൊരു പ്രസംഗമോ അല്ലെങ്കിൽ മറ്റുള്ള പ്രകടനമോ കാണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുമല്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ ഗുരുക്കന്മാരിൽ നിന്നും ഓരോ ടിപ്പുകൾ കിട്ടിയാൽ തന്നെ അതൊരു വലിയ സമ്പത്തായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഓരോ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മണിക്കെടുത്തു കഴിഞ്ഞാൽ എന്ത് വൈറലാകും, അല്ലെങ്കിൽ വൈറൽ കണ്ടതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്, വൈറലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ആൾക്കാര് നെട്ടോട്ടം ഓടുന്നത് കൊണ്ട് ഇന്നലെ ഒരു പൂജയ്ക്ക് പോയി 25 ക്യാമറ ടീമുകൾ, ഒരുപാട് പേര്. ഞാൻ തന്നെ ഇങ്ങനെ അന്തം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ ഇവിടെ തന്നെ ഇപ്പൊ ഷൂട്ട് ചെയ്ത് തീർത്തായിരുന്നു. അത്രയ്ക്ക് ക്യാമറമാരാൻ ഒരുപാട് പേരാണ് അവിടെ വന്നത്. എന്തായാലും നന്മയുടെ പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായിട്ട് പോകട്ടെ. തൽക്കാലം ഇതിൽ നിന്നും വൈറൽ കണ്ടൊന്നും പ്രതീക്ഷിക്കണ്ട. പ്രേംനസീറിന്റെ ഒരു വിവാദം ഉണ്ടായതുകൊണ്ട് അതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നടനെ അന്വേഷിച്ചാൽ, ഞാൻ മധുസാറിനെ ഞാൻ ആദ്യമായിട്ട് 95 ഗൾഫിൽ പോയപ്പോഴാണ് അദ്ദേഹത്തിനെ ഞാൻ നേരിട്ട് കാണുന്നത്. അദ്ദേഹത്തിനോടൊപ്പം അതുപോലെ വിമാനത്തെ ആദ്യം കയറുമ്പോൾ ഒക്കെ അതിന്റെ വലിയൊരു തുടക്കമായിരുന്നു. അന്ന് ഞാൻ എൻ്റെ മിമിക്രി തുടങ്ങുന്നത് പ്രേംനസീർ സാറിനെ അവതരിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം എന്നോട്, ഞാൻ മധുസാറിനോട് ചെന്ന് പറഞ്ഞു, ഞാൻ കുറച്ചുപേരെ അനുകരിക്കുന്നു, സാറിന്റെ ശബ്ദം ഒന്ന് അനുകരിച്ചോട്ടെ, എനിക്ക് വരെ പണി വീഴണമെങ്കിൽ. അപ്പോഴത്തന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. ഒരാൾക്ക് ഇഷ്ടമില്ലാതെ ഞാൻ പലപ്പോഴും ഒരുപാട് പേരെ അനുകരിച്ചിട്ടുണ്ട്. അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോ മുസാറിന്റെ ആ ഒരു പുള്ളി അത് ഒബ്ജക്റ്റ് ചെയ്തപ്പോൾ ഞാൻ പിന്നീട് അദ്ദേഹത്തിനെ അവതരിപ്പിച്ചില്ല. പക്ഷെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ പുള്ളി എന്നോട് നന്നായിട്ട് നേടവും എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ഞാൻ അദ്ദേഹത്തിനോടൊപ്പം സൗഹൃദമായി തൊട്ടടുത്ത റൂമിലൊക്കെ താമസം പുള്ളിയോട് ചില കഥകളൊക്കെ കേട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കി. ഒരാളുടെ വൈകല്യത്തെ അവതരിപ്പിച്ചുകൊണ്ടല്ല ഒരാളെ അനുകരിക്കേണ്ടത് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വാക്ക്. ഞാൻ നമ്മുടെ പല മിമിക്രിക്കാരും അവതരിപ്പിക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ കൂടുതൽ ആക്ഷൻസ് കൂടുതൽ ഇംപ്രവൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടും, ചിലർക്കത് ഇഷ്ടപ്പെടുന്നില്ല. പല ആൾക്കാരും നമ്മൾ മനസ്സിലാക്കാൻ അനുകരിക്കുമ്പോൾ ഓവർ ബോഡി ലാംഗ്വേജ് ഒക്കെ, അതുകൊണ്ടാണ് പുള്ളി അതെനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. ഞാൻ ഉത്സാഹത്തിനെ അവതരിപ്പിച്ചിട്ടുണ്ട്, ഇന്നസെന്റിനെ അവതരിപ്പിച്ചിട്ടുണ്ട്, പിന്നെ ഒരുപാട് ആൾക്കാരെ ഇപ്പോൾ നമ്മുടെ മോദിജിനെ വരെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴും അതിന്റെ അളവ് വിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ ഞാൻ നിന്നിട്ടില്ല. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ആരും ഈ അവതരിപ്പിക്കപ്പെടുന്ന ആൾക്കാർ അവർ നമ്മളെ ഒരു രീതിയിലും താൻ ഓവറായിട്ട് ചെയ്തിട്ടില്ല, മിതത്വത്തോടു കൂടി ചെയ്തതുകൊണ്ട് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് 45,000 രൂപയുടെ സാരി, അതുപോലെ 10-20,000 രൂപയുടെ ഓർണമെന്റ്സും ഒക്കെ ചില പരിപാടികൾക്ക് വേണ്ടി നക്ഷത്രയൊക്കെ അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അന്തരിട്ട് ഒരു ടെക്സ്റ്റൈൽസും വെറുതെയും ഒക്കെ ഉള്ള ഒരു ഫ്ലാറ്റിനകത്തൊക്കെ താമസിക്കുന്നത്. നമ്മൾ വരുമ്പോഴും നമുക്ക് ഓരോ വ്യക്തികളും നമ്മൾ വരും. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ഈ ഫീൽഡിലുണ്ട്. ഇഷ്ടപ്പെടാത്ത ആൾക്കാരുമുണ്ട്. ചിലർ പൈസ മോതിരം തന്നിട്ട് പറഞ്ഞു എന്നെ ഒന്ന് അനുകരിച്ച് ഒന്ന് പോപ്പുലർ ആക്കും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമാ താരങ്ങളുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല. പലപ്പോഴും രാഷ്ട്രീയത്തിലും സിനിമയിലും ഒക്കെയുള്ള ആൾക്കാർക്ക് മിമിക്രിക്കാരൻ ഒരു ആശ്വാസമാണ്. ഇപ്പൊ നമുക്ക് പേടിയായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രിയിലും കലയിലും പലയിടത്തും ഭയപ്പാടുകൾ വരുത്തുന്ന രീതിയിലുള്ള ഒരു ബന്ധനം നമുക്ക് വന്നതുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. അത് എങ്ങനെ വെട്ടിയെടുക്കുന്നത് വൈറലാക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ നമുക്ക് കാണാം. എന്തായാലും അവർ വയറിന് വേണ്ടി ജീവിച്ചോട്ടെ എന്ന് ആശംസിക്കുന്നത്. തൽക്കാലം ഞാൻ പ്രേമനസീറിനെ അവതരിപ്പിച്ചത്.
ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഡയലോഗ്, പ്രിയമുള്ള അയ്യന്റെ നാട്ടുകാർ, നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് രോമാഞ്ചം. സത്യത്തിൽ നിങ്ങളെ കാണാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. എല്ലാവരും പ്रेमिकों എല്ലാവർക്കും നന്ദി. നമസ്കാരം. താങ്ക് യു സോ മച്ച്.